നമസ്കാരം. തന്തലപ്പാവ് വലുതാണെന്നു കാട്ടാൻ തന്തല തന്നെ ചെറുതാക്കും മനുഷ്യൻ. സ്വന്തം പുകഴ്ത്തലിൽ മുഴകി നടക്കും, നിന്നിഴൽ പോലും നിന്നെ നോക്കി ചിരിപ്പു. രണ്ടുവരി കവിത ചൊല്ലിയ ശേഷം ഇന്ന് വാർത്തയിലേക്ക് കടക്കാമെന്ന് കരുതി. ഒരു ചെറിയ സംഭവം ഇருக்கு. മെയ് മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ മെയ് 25-ന് കൊടുത്തു തുടങ്ങാൻ പോവുകയാണെന്നും അതിനായി 1070 കോടി അനുവദിച്ചതായും മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രഖ്യാപിച്ചതോടെ കൗതുകകരമായ പോസ്റ്റുകൾ കൊണ്ട് പൂക്കി CM ഏറിലാടുകയാണ് സുഹൃത്തുക്കളെ. വി ഡി സാറെ പൂച്ച കൊള്ളാമല്ലോ എന്നാണ് നിറയുന്ന കമന്റുകളിൽ ഭൂരിഭാഗവും. ഖജനാവിൽ പെറ്റുകിടക്കുന്ന പൂച്ച സർ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുമ്പോൾ പെൻഷൻ വന്ന വഴിയും അത് എങ്ങനെ ഇപ്പോൾ വന്നു എന്നുമൊക്കെ ചർച്ചയാകണ്ടേ, ചർച്ചയാക്കണം. അപ്പോ വാർത്ത പൂർണ്ണമായും പ്രേക്ഷകരെ നിങ്ങൾ കാണുക. 3000 രൂപ വെച്ച് 62 ലക്ഷം ആളുകൾക്ക് ഞങ്ങൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ പെൻഷൻ കൊടുക്കും എന്നായിരുന്നല്ലോ ഇന്ദിരാ ഗ്യാരണ്ടി. ഞങ്ങൾ ജയിച്ചാൽ 3000 രൂപയാക്കി പെൻഷൻ ഉയർത്തുമെന്നും അത് കൊടുക്കുമെന്നുമൊക്കെ UDF പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. പക്ഷേ അധികാരത്തിലെത്തിയ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ സർക്കാർ ആദ്യ മന്ത്രിസഭ കൂടിയ ശേഷം മാധ്യമങ്ങളിൽ നിന്ന് കണ്ടിരുന്നു അല്ലെ. അന്ന് ഖജനാവിലെ പൂച്ച പെറ്റ് കിടക്കുന്ന കഥയും ധവളോത്രം ഇറക്കുന്ന കഥയും ഒക്കെ പറഞ്ഞ് അങ്ങനെ ദാരിദ്ര്യ കണക്ക് നിരത്തുകയായിരുന്നു. ഇന്ദിരാ ഗ്യാരണ്ടിയിലെ വാഗ്ദാനങ്ങൾ എപ്പോൾ പൂർണ്ണമായി നടപ്പിലാക്കുമെന്ന മാധ്യമ പ്രവർത്തകരുടെ ആവർത്തിച്ചിട്ടുള്ള ചോദ്യത്തിന് ഇനിയും മന്ത്രിസഭാ യോഗങ്ങൾ ഉണ്ടല്ലോല്ലേ എന്ന തണുപ്പൻ പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. ഇതിനിടയിൽ ഏറെ കയ്യടി കിട്ടാവുന്ന പെൻഷൻ പ്രഖ്യാപനം നടത്താതെ അവിടെയും ഇവിടെയും എത്താത്ത 2 ഇന്ദിരാ ഗ്യാരണ്ടിയും ഇട്ടുപൊട്ടിച്ചു. അപ്പോഴും പെൻഷനെ പറ്റി ഒരക്ഷരം മിണ്ടിയില്ല വി ഡി സതീശൻ. അന്ന് പെൻഷനെ പറ്റി പറഞ്ഞിരുന്നെങ്കിൽ വലിയ കയ്യടി കിട്ടുമായിരുന്നു. എന്നിട്ടും സതീശൻ മനഃപൂർവ്വം ഒന്നും മിണ്ടിയില്ല. 3000 രൂപ വെച്ച് ഈ മാസം മുതൽ എന്ന് മുഖ്യമന്ത്രി പറയുമെന്ന് കരുതിയിരുന്നവരൊക്കെ ചങ്കരൻ വീണ്ടും തെങ്ങിൽ തന്നെയെന്ന് അങ്ങ് പറഞ്ഞു തുടങ്ങി. ആദ്യം കുറച്ച് കയ്പുനീര് കുടിക്കേണ്ടി വരും, ഇത് പാപ്പരായ സംസ്ഥാനമാണെന്ന് ആന്റണി അന്ന് നടത്തിയ പ്രതികരണം ഉണ്ടല്ലോ, അത് അടിവരയിടുന്ന പോലത്തെ ഒരു വാർത്താ സമ്മേളനമായിരുന്നു വി ഡി സതീശൻ നടത്തിയത്. ഇതിന് 2 ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. 2 PR ഉദ്ദേശങ്ങളാണ്. ഒന്ന്, സംസ്ഥാനം ഒരു കടക്കണിയിലാണ് എന്ന് വരുത്തി തീർക്കുക. 2, ഈ കടക്കണിയിൽ നിന്ന് കേരളത്തെ കരകയറ്റിയ മുഖ്യമന്ത്രിയാണ് താനെന്ന് വരുത്തി തീർക്കുക. ഇത് രണ്ടുമായിരുന്നു ലക്ഷ്യം. പക്ഷെ രണ്ടും പ്രതിപക്ഷം പൊളിച്ചടക്കിയപ്പോഴാണ് ഖജനാവിലെ പെറ്റുകിടക്കുന്ന പൂച്ച പെൻഷൻ തുക അനുവദിച്ചത്. മുഖ്യമന്ത്രിയായ ശേഷമുള്ള ആദ്യ വാർത്താ സമ്മേളനത്തിൽ തന്നെ UDF സർക്കാരിന്റെ സതീശന്റെ ഒഴിഞ്ഞുമാറൽ യൂട്ടേണടി മനസ്സിലാക്കിയ പ്രതിപക്ഷം 18 മാസം പെൻഷൻ മുടക്കിയ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ അതേ അടവ് നയം അങ്ങ് തിരിച്ചറിഞ്ഞു. പെൻഷൻ മുടങ്ങിയാൽ ഇനി വരുന്ന സർക്കാർ വേണം കുടിശ്ശിക അടക്കം കൊടുത്തു തീർക്കാൻ. അങ്ങനെ 2016-ൽ അധികാരത്തിലെത്തിയ ഒന്നാം പിണറായി സർക്കാരിന് ഉമ്മൻചാണ്ടി സർക്കാർ മുടക്കിയ 18 മാസത്തെ പെൻഷൻ കൊടുത്തു തീർത്തൊരു ചരിത്രമുണ്ട്. അല്ലെങ്കിലും UDF മുടക്കിയ പെൻഷൻ അടക്കമുള്ള തുകകളെല്ലാം കൊടുത്തു തീർത്തും അതുപോലെ തന്നെ അവർ തകർത്ത് തരിപ്പണമാക്കിയ പല മേഖലകളുമൊക്കെ 1 മുതൽ തുടങ്ങി അതൊക്കെ രാജ്യത്ത് തന്നെ ഒന്നാമതാക്കിയ ഒരു ചരിത്രമാണല്ലോ LDF സർക്കാരിനുള്ളത്. അതുകൊണ്ട് LDF സർക്കാരിനെ നന്നായി അറിയാം UDF സർക്കാരിനെ. അങ്ങനെ അതവിടെ നിൽക്കട്ടെ. മന്ത്രിസഭ തീരുമാനത്തിന് ശേഷം പോലും പ്രഖ്യാപിക്കാതിരുന്ന പെൻഷൻ തുക വിതരണം ഇപ്പോൾ പെട്ടെന്ന് എങ്ങനെ പ്രഖ്യാപിച്ചു എന്ന് പരിശോധിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ഈ പ്രസംഗം ഒന്ന് കാണേണ്ടതുണ്ട്. പിണറായിയുടെ ഈ പ്രസംഗത്തിന് ശേഷമാണ് വി ഡി സതീശൻ പെൻഷൻ അനുവദിച്ചത്. ഒന്ന് കാണാം. ഞങ്ങളിലൂടെ മാത്രമേ കേരളത്തിന്റെ വികസനം നടപ്പാക്കാൻ പാടുള്ളൂ എന്ന നിർബന്ധം ഞങ്ങൾക്കില്ല. കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, തുടങ്ങാൻ കഴിയുന്ന കാര്യങ്ങൾ തുടങ്ങാനും പൂർത്തിയാക്കാനുമാണ് ഞങ്ങൾ ശ്രമിച്ചത്. പൊതുവെ അത് നല്ല അഭിപ്രായവുമാണ് കേരളത്തെ സൃഷ്ടിച്ചത്. ആ പ്രവർത്തനങ്ങൾ ഞങ്ങൾ തന്നെ തുറന്നു കൊണ്ടുപോയാലേ ഭംഗിയാകൂ എന്ന നിർബന്ധ ബുദ്ധി ഞങ്ങൾക്കില്ല. ആ പ്രവർത്തനങ്ങൾ നടക്കണമെന്നതാണ് പ്രധാനം. ഇപ്പോ പുതുതായി അധികാരമേറ്റ UDF ഗവൺമെന്റ് ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും പൂർത്തിയാക്കാനും കേരളത്തിന്റെ വികസനത്തെ മുന്നോട്ട് നയിക്കാനും തയ്യാറുണ്ടോ എന്നതാണ് പ്രശ്നം. അങ്ങനെ തയ്യാറായി മുന്നോട്ട് വന്നാൽ ആ നടപടികൾക്കെല്ലാം കൃത്യമായ പിന്തുണ പ്രതിപക്ഷം എന്ന നിലയ്ക്ക് LDFന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഈ ജനവിധി അംഗീകരിച്ചുകൊണ്ട്
ഒരു ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്ന നിലയാണ് ഞങ്ങൾ സ്വീകരിക്കുക. എന്നാൽ അതേസമയം ഇവയെല്ലാം അട്ടിമറിക്കാനോ ഇതിൽ നിന്നെല്ലാം പുറകോട്ടു പോകാനോ കേരളത്തിൻ്റെ താൽപ്പര്യത്തിനും ജനക്ഷേമത്തിനും വിരുദ്ധമായ നടപടികൾ സ്വീകരിക്കാനോ തയ്യാറായാൽ അതിനെ അതിശക്തമായി എതിർക്കുന്ന പ്രതിപക്ഷമായി കേരളത്തിലെ പ്രതിപക്ഷം മാറുകയും ചെയ്യും. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. പിണറായി വിജയന്റെ ഒരു വ്യക്തമായിട്ടുള്ള താക്കീത് വി.ഡി. സതീശൻ സർക്കാരിന് കൊടുക്കുന്നുണ്ട്. വികസന പദ്ധതികളെ അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ അതിശക്തമായി എതിർക്കുന്ന പ്രതിപക്ഷമായി ഞങ്ങൾ മാറുമെന്ന് പിണറായി വിജയൻ ആണയിട്ട് പറയുന്നുണ്ട്. എന്തു പിന്തുണയും കയ്യടിയും ഒക്കെ ഞങ്ങൾ നൽകും, നിങ്ങൾ നല്ലത് ചെയ്താൽ. പക്ഷേ ജനക്ഷേമ പദ്ധതികൾ മുടങ്ങിയാൽ അതിനെ ശക്തമായി നേരിടും സതീശ എന്ന് തന്നെയാണ് പ്രതിപക്ഷം പറഞ്ഞു വെക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു വെക്കുന്നത്. ഒപ്പം ഞങ്ങളെ എതിർക്കുന്നവർ പരാജയത്തിൽ വല്ലാതെ സന്തോഷിക്കേണ്ടതില്ലെന്നും CPM-ഉം LDF-ഉം ശക്തമായി തിരിച്ചു വരുമെന്നും അദ്ദേഹം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ പ്രസംഗം പെട്ടെന്ന് വൈറലായി, ജനങ്ങൾ ഏറ്റെടുത്തു. പിന്നാലെയാണ് പെൻഷൻ വിതരണ പ്രഖ്യാപനം. പക്ഷേ വലതുപക്ഷ മാധ്യമങ്ങൾ ഇത്തരം പിന്നണി കഥകളൊന്നും പറയില്ല കേട്ടോ. വി.ഡി. സതീശൻ പെൻഷൻ അനുവദിച്ചു എന്ന് മാത്രമേ പറയൂ. പക്ഷേ എന്തുകൊണ്ട് അന്നത്തെ ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ പിന്നെ ആ പ്രഖ്യാപനം നടത്തിയില്ല എന്ന ചോദ്യമൊന്നും നമ്മുടെ മാധ്യമങ്ങൾ ചോദിക്കില്ലെന്നേ. അവർ സതീശനെ പൂക്കിയാക്കുന്ന തിരക്കിലാണ്. അറിയാലോ, ഇപ്പൊ പൂക്കി CM ആണ്. ഇനി സത്യത്തിൽ എന്താണ് ഖജനാവിന്റെ അവസ്ഥ അതുകൂടി പരിശോധിക്കണ്ടേ? ഖജനാവ് കാലിയാണോ? LDF സർക്കാർ പടിയിറങ്ങിയപ്പോൾ മൊത്തം കൊള്ളയടിച്ചിട്ടാണ് ഇറങ്ങിയത്? ഇതൊക്കെ നമുക്ക് അറിയണ്ടേ? പഴയ സർക്കാർ ഇറങ്ങുമ്പോൾ തന്നെ ഖജനാവിൽ 6000 കോടിയിലധികം രൂപ മിച്ചം വെച്ചിട്ടാണ് ഇറങ്ങിയത് എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പൊ പിന്നെ സതീശൻ കള്ളം പറഞ്ഞതല്ലേ? അതേന്നേ. സംസ്ഥാനത്തിന്റെ പൊതുകടമാകട്ടെ 5 വർഷം കൊണ്ട് 5% കുറയുകയും ചെയ്തു. അതൊരു വലിയ നേട്ടമാണ്. 2021 39% സംസ്ഥാനത്തിന്റെ കടം ഇന്ന് 34% താഴെയാണ്. ഒരുപക്ഷെ LDF തന്നെയാണ് ഭരിച്ചിരുന്നതെങ്കിൽ അതിനെയും താഴാനാണ് സാധ്യത ഉണ്ടായിരുന്നത്. കടത്തിന്റെ കണക്കിൽ ഇന്ത്യയിൽ ആദ്യത്തെ 15 സംസ്ഥാനങ്ങളിൽ പോലും കേരളത്തിന്റെ പേരില്ല എന്നുള്ളതാണ്. 5 വർഷം കൊണ്ട് 47,000 കോടിയിൽ നിന്നും 1,00,000 കോടിയിലേക്കാണ് പിണറായി സർക്കാർ സംസ്ഥാനത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിച്ചത്. 16ാം ധനകാര്യ കമ്മീഷൻ കേരളത്തിനുള്ള കേന്ദ്ര വിഹിതത്തിൽ വർധനവ് വരുത്തുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു നൽകുന്ന ഡിവിസിബിൾ പൂളിൽ 1.925% ആയിരുന്ന കേരളത്തിന്റെ വിഹിതം ഇപ്പോൾ 2.382% വർദ്ധിച്ചിട്ടുമുണ്ട്. ഓരോ വർഷവും ചുരുങ്ങിയത് 10,000-ലധികം കോടി രൂപയാണ് ഇതിലൂടെ ഇനിയിപ്പോൾ സംസ്ഥാന ഖജനാവിൽ അധികമായി വരാൻ പോകുന്നത്. ഇതൊക്കെ LDF സർക്കാരിന്റെ പല രീതിയിലുള്ള ഇടപെടൽ മൂലം സംഭവിച്ചതാണ്. അതായത് 5 വർഷം കൊണ്ട് 50,000 കോടി രൂപ ഇതിലൂടെ അധികമായി ഖജനാവിൽ എത്തും. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഖജനാവ് കാലിയാണെന്ന് പറയുക? എങ്ങനെയാണ് സതീശ അങ്ങനെ പറയാൻ കഴിയുക? പൂച്ച സർ സൂപ്പറാണ് കേട്ടോ. CM-നെ കവച്ചു വെക്കും. സത്യത്തിൽ പൂച്ച സർ പൂക്കി. പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ചെറിയൊരു ഓർമ്മക്കുറവ് എവിടേക്കോ സംഭവിക്കുന്നുണ്ടോ എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. സതീശന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. സമര കവാടം എന്ന് വിളിപ്പേരുള്ള സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ഗേറ്റ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ന് നോർത്ത് ഗേറ്റ് തുറന്നു. 10 വർഷത്തിന് ശേഷമാണ് നോർത്ത് ഗേറ്റ് തുറക്കുന്നതെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. നോർത്ത് ഗേറ്റിലൂടെ പുറത്തേക്ക് എന്നാണ് പറയുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ന് നോർത്ത് ഗേറ്റ് തുറന്നുവെന്ന്. 10 വർഷത്തിന് ശേഷമാണ് നോർത്ത് ഗേറ്റ് തുറക്കുന്നതെന്നാണ് മാധ്യമങ്ങളും ഒക്കെ ഇന്നലെ വാർത്ത റിപ്പോർട്ട് ചെയ്ത് നമ്മൾ കണ്ടത്. പതിവ് പോലെ ആദ്യം വാർത്ത വരുന്നു, ശേഷം കയ്യടി PR പോസ്റ്റ് നമ്മുടെ വി.ഡി. സതീശൻ ഇടുന്നു. സത്യത്തിൽ എന്താണ് സത്യം? വലിയ സമരങ്ങൾ നടക്കുന്ന സമയങ്ങളിലും കോവിഡ് നിയന്ത്രണം ഉണ്ടായിരുന്ന ഘട്ടങ്ങളിലും ഒഴികെ കഴിഞ്ഞ 10 വർഷമായി ഈ ഗേറ്റ് തുറന്നു മലർന്നു തന്നെ കിടക്കുകയായിരുന്നു. ഇത് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യന് അറിയില്ലാഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ. എന്നാലും നമ്മുടെ മുഖ്യൻ കുറച്ച് പൂക്കിയ എല്ലാ മന്ത്രിമാർക്കും സാമാജികർക്കും തിരുവനന്തപുരത്ത് കറങ്ങുന്ന സകല രാഷ്ട്രീയക്കാർക്കും അറിയാവുന്ന വിഷയമാണിതെന്ന് ഒന്ന് ഓർക്കണേ. എന്നിട്ടാണ് ഇങ്ങനെ ഒരു ഡയലോഗ് അടിച്ച് നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വിട്ടത്. കഴിഞ്ഞ സർക്കാർ മോശം സർക്കാരാണെന്നും ഈ സർക്കാർ നെന്മമരമാണെന്നും ഒക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമത്തിനിടയിൽ മുഖ്യമന്ത്രി ഒരു പോരാളി വാസുവായി മാറരുതെന്നുള്ളത് ഒരു ചെറിയൊരു അപേക്ഷയായിട്ട് മാത്രം കരുതുക. ഒരുപാട് മഹാന്മാർ ഇരുന്നിട്ടുള്ള കസേരയിൽ ഇരുന്നാണ് ഈ പോരാളി വാസ് കളിക്കുന്നതെന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറവി സംഭവിക്കുമ്പോൾ വലിയ ചന്ദനാദി ബെസ്റ്റ എന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പ്രതിപക്ഷം ക്രിയാത്മക പ്രതിപക്ഷമായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇനി പൂക്കി CM കഥ, അതൊരു PR കഥ തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് പെട്ടെന്നാണ് വി.ഡി. സതീശൻ അന്ന് സത്യപ്രതിജ്ഞ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അതിന് അറ്റത്ത് വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ എന്ന് പറഞ്ഞ കഥ. അങ്ങനെ ഇത്രയും നാൾ ഞങ്ങൾ ഇങ്ങനെ ഒരു മേനോൻ എന്ന് പറഞ്ഞ പേര് കേട്ടിട്ടില്ലോ എന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാർ തന്നെ രംഗത്തേക്ക് വരുന്ന കാഴ്ച കണ്ടു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് ഈ പൂക്കി നമ്പറുമായി രംഗത്തേക്ക് വന്നത്. ആ ചോദ്യം ചോദിച്ച വ്യക്തി ഉണ്ടല്ലോ, പയ്യൻ, അവൻ മാധ്യമ പ്രവർത്തകൻ പോലുമല്ല.
അയാൾ എങ്ങനെയാണ് പിന്നെ അവിടെ വന്നത്? അങ്ങനെ ആർക്കും കയറി ഒന്ന് ചോദ്യം ചോദിക്കാൻ പറ്റുന്ന വേദിയൊന്നുമല്ല ഈ വാർത്താ സമ്മേളനം നടക്കുന്ന വേദി എന്ന് പറയുന്നത്. അപ്പോ അതിന് പിന്നിൽ ഒരു തിരക്കഥയുണ്ട്. ഒരു പയ്യൻ വരുന്നു, ആ പയ്യൻ ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യം ചോദിക്കുന്ന സമയത്ത് അവിടെയുള്ള മാധ്യമ പ്രവർത്തകരൊക്കെ നിശബ്ദരായിട്ട് നിൽക്കുന്നു. ആരാണെന്ന് പോലും ചോദിക്കുന്നില്ല എന്നുള്ളതാണ്. നല്ല ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു മോഡലാണ് ഈ പയ്യൻ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ പയ്യൻ എപ്പോൾ ചോദിക്കുമെന്ന് ഓർത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സതീശിനെ പോലെയാണ് എനിക്ക് തോന്നിയത്. മാത്രമല്ല ഈ ശേഷം ഈ വീഡിയോ പുറത്തു വന്ന സമയത്ത് ഇതെങ്ങനെയാണ് വൈറലാക്കുന്നത്? കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കുറച്ച് ടീമുകളെയൊക്കെ ഇങ്ങനെ അണിനിർത്തി കുറച്ച് PR സംഘങ്ങളെ കൂടി നല്ല ഫോളോവേഴ്സ് ഉള്ള ചില പേജുകളിലൊക്കെ ഇതിങ്ങനെ വേറെ ലെവലിലാക്കി ഇങ്ങനെ ഇടുകയാണ്. എന്നിട്ട് പൂക്കി CM ആക്കുകയാണ്. തന്തവൈബ് മാറ്റിയിട്ട് ഇദ്ദേഹത്തെ ഒരു പൂക്കിയാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയതാണ് നമ്മുടെ മനോരമയും മറ്റുള്ള മാധ്യമങ്ങളൊക്കെ. എന്താ ആയിക്കോട്ടെ, പക്ഷെ ഇതൊക്കെ ഒരു CM ചെയ്യുന്നത് കാണുമ്പോൾ സത്യത്തിൽ ചിരിയാണ് വന്നു പോകുന്നത്. എല്ലാത്തിനും പിന്നിലും തിരക്കഥ വെച്ച് എത്രയും നാളെ ഇങ്ങനെ ഓടിക്കും എന്റെ മുഖ്യമന്ത്രി. എന്തായാലും മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടിയൊക്കെ ഒരു പക്വതയാകാം എന്ന് പറഞ്ഞു വെക്കുകയാണ്. പ്രതിപക്ഷ നേതാവല്ല മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി തന്നെയാണ് സതീശേട്ട എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.